ഊട്ടുപുരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് പലഹാരമാണ് കേട്ടോ. നമ്മൾ നൂൽപുട്ടിൻ്റെ പാകത്തിനാണ് കേട്ടോ മാവ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണത്തെ പോലെ തന്നെ വെള്ളം ചൂടാക്കി വെളിച്ചെണ്ണ കുറച്ച് ചേർത്തിട്ട് പിന്നെ ഉപ്പ് ചേർത്തിട്ടല്ലേ കുഴച്ചെടുക്കൽ. അപ്പോൾ അതുപോലെ നമ്മൾ കുഴച്ചെടുത്തതാണ്. നമുക്കിതിനൊരു ഫില്ലിംഗ് റെഡിയാക്കണം. റെഡിയാക്കാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പഴമാണ്, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ പഞ്ചസാര പൊടിച്ചതാണ്, അതിൽ നമ്മൾ ഒരു ഏലക്ക കൂടിയും ചേർത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് റെഡിയാക്കണം എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ട് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ട് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ അണ്ടിപ്പരിപ്പ് നന്നായി മൂത്ത് വന്നിട്ട് അതിലേക്ക് നമുക്ക് നേന്ത്രപ്പഴം കട്ട് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കാം. പഴം നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ നമുക്കിതിൽ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രൈ ആയി വരുമൊന്നും വേണ്ട, ഇതിൻ്റെ ആ പച്ച ഇതൊന്നോട് മാറി കിട്ടിയാൽ മതി തേങ്ങേൻ്റെ. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളെ ഫില്ലിങ്സ് റെഡി ആയിട്ടോ. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ മാവിൻ്റെ ഇതിന്ന് ഓരോ ഉരുളകൾ എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് പരത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ നടുക്കിൽ ഈ ഫില്ലിങ്സ് വെച്ചിട്ട് നമുക്കൊന്നും കൂടി അങ്ങോട്ട് പരത്തിയെടുക്കണം. ഇത് അതുപോലെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് മടക്കിയെടുക്കണം. ഇത് നമുക്കിങ്ങനെ ഉരുളകളാക്കി എടുക്കാം. ഉരുളയാക്കിയതിന് ശേഷം നമുക്കിതുപോലെ ഇങ്ങനെ പരത്തിയിട്ടെടുക്കാം. അപ്പോൾ അതുപോലെ നമുക്ക് എല്ലാതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ 3 കേട്ടോ അതുപോലത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഫില്ല് ചെയ്തിട്ട് നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓയിൽ ചൂടായി വന്നിട്ടോ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഇങ്ങനെ വെച്ചെടുക്കാം. ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടോ നമുക്ക് മറ്റേ ഭാഗത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഭാഗം കൂടി ഫ്രൈ ആയി വരട്ടെ. നമ്മളെ പലഹാരം റെഡി ആയിട്ടോ. നമുക്കിത് പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. നമ്മളെ പലഹാരം പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ പ്ലീസ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് ബെൽ ബട്ടൺ കൂടിയും പ്രസ് ചെയ്യണേ. അപ്പോഴേ നമുക്ക് ഇടുന്ന വീഡിയോസൊക്കെ എല്ലാതും നിങ്ങൾക്ക് കിട്ടുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ സബ്സ്ക്രൈബ് ബട്ടൺ ആക്റ്റീവ് ആണോ എന്ന് നോക്കണേ പ്ലീസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.